അമേസിംഗ് ബെനിഫിറ്റ്സ് ഓഫ് എക്സസൈസ്. ഒരിടത്ത് റയോൺ എന്ന് പറയുന്ന ഒരു കുട്ടി താമസിച്ചിരുന്നു. അവൻ വളരെ ആക്റ്റീവും വായിക്കാനൊക്കെ നല്ല ശ്രദ്ധയും വീഡിയോ ഗെയിം കളിക്കുന്നതിൽ നല്ല ഇഷ്ടവുമുള്ള ഒരു കുട്ടിയായിരുന്നു. അങ്ങനെ സന്തോഷത്തോടെ പോകുന്നു. പക്ഷേ അതിനെല്ലാം ശേഷം അവൻ വളരെ ഡെസ്പായി വീട്ടിലും സ്കൂളിലും വളരെ ലേസിയായി കടന്നു പോകുന്നു. അവൻ്റെ സുഹൃത്തുക്കൾ കളിച്ചും ചിരിച്ചും ഓടിയുമെല്ലാം നടക്കുമ്പോൾ അവന് മാത്രം അതിലൊന്നും ഏർപ്പെടാൻ സാധിക്കുന്നില്ല. വളരെ ക്ഷീണിതനായിട്ടാണ് ഇരിക്കുന്നത്. എനർജി ഒട്ടും ലഭിക്കുന്നുമില്ല. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ടീച്ചർ അവനെ വിളിച്ച് പറഞ്ഞു, എന്താ നിനക്ക് എനർജിയൊന്നും ഇല്ലാത്തത്? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എനിക്കിപ്പോൾ തീരെ എനർജി ലഭിക്കുന്നില്ല. കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും എനിക്ക് ക്ഷീണം അനുഭവപ്പെടുന്നു. നീ കളികളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നിനക്ക് എനർജിയും സ്ട്രോങ് ആയിട്ടിരിക്കാനും സന്തോഷവും ഒക്കെ ലഭിക്കും. ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നിനക്ക് ശാരീരികമായി നല്ല സുഖം ലഭിക്കുകയും ചെയ്യും. അങ്ങനെ റിയോൺ അതിനെക്കുറിച്ചെല്ലാം ചിന്തിച്ചു തുടങ്ങി. ടീച്ചറോട് സമ്മതിക്കുകയും ചെയ്തു. റിയോന് തോന്നി, ഇനി എക്സസൈസൊക്കെ ചെയ്ത് തുടങ്ങാം. അച്ഛൻ വെറുതെ ഇരുന്ന് TV കാണുന്ന സമയം അച്ഛനെയും വിളിച്ച് നടക്കാൻ പോകാമെന്ന് തീരുമാനിച്ചു. അച്ഛനോടൊപ്പം അങ്ങനെ റിയോൺ നടക്കാനും തുടങ്ങി. നടക്കുന്നതിനിടെ റിയോൺ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം അച്ഛനുമായി ഷെയർ ചെയ്തും സംസാരിച്ചും അങ്ങനെ നല്ല എനർജിയെല്ലാം ലഭിച്ച് റിയോൺ സ്വസ്ഥമായി ഇരിക്കുകയാണ്. അങ്ങനെ രാവിലെ എഴുന്നേറ്റപ്പോൾ റിയോൺ വളരെ സന്തോഷത്തോടെയാണ് എണീറ്റത്. സ്ട്രെച്ചിങ് എല്ലാം തുടങ്ങി. ഇനിയുള്ള ദിവസം ജമ്പിങ് ജാക്സ് ഒക്കെ ചെയ്ത് നല്ല എനർജിയിൽ സ്കൂളിലോട്ട് പോകാമെന്ന് തീരുമാനിച്ച് അതെല്ലാം ചെയ്തു തുടങ്ങി. പിന്നീട് സ്കൂളിലേക്ക് പോയപ്പോൾ വളരെ സന്തോഷത്തോടെയും എനർജിയോടെയും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനും ലേസിയെല്ലാം പാടെ മാറി വീണ്ടും എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. അത് റിയോന് വളരെയധികം സന്തോഷം ലഭിച്ചു. സൈക്ലിങ്ങും നടത്തവും എക്സസൈസും ഒക്കെ ചെയ്തു. സ്കൂളിൽ അങ്ങനെ സന്തോഷത്തോടെ എനർജിയെല്ലാം ലഭിച്ചു. അമ്മയെ സഹായിക്കാനും ഭാരപ്പെട്ട ജോലികളെല്ലാം ചെയ്യാനും റിയോൺ സമയം കണ്ടെത്തി. അങ്ങനെ റിയോൺ വീണ്ടും വൈകിട്ട് എക്സസൈസ് എല്ലാം ചെയ്ത് സ്കൂളിലും വീട്ടിലും നല്ല എനർജിയോടെയും തുടങ്ങി. പുതിയ പുതിയ കളികളിൽ ഏർപ്പെടാനും കൂടുതൽ കൂട്ടുകാരെ ലഭിക്കാനും റിയോന് സാധിച്ചു. റിയോൻ്റെ അമ്മയ്ക്കും അച്ഛനും വളരെ സന്തോഷമായി. ക്ലാസ്സിലെ വളരെ എനർജി ഇല്ലാത്ത കുട്ടികളുടെ അടുത്ത് റിയോൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങി. അവരെയും സ്കൂളിലെ കളികളിൽ ഏർപ്പെടുത്താനും സന്തോഷം എങ്ങനെ ഉണ്ടാക്കാമെന്നും എനർജി എങ്ങനെ ലഭിക്കാമെന്നും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്ത് അവരുമായി എക്സസൈസ് ചെയ്യാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ റിയോന് പുതിയ പുതിയ ഫ്രണ്ട്സിനെ ലഭിക്കുകയും അവരുമായി നല്ല ചങ്ങാത്തം തുടരാനും സന്തോഷത്തിൽ സ്കൂളിലായിരിക്കാനും സാധിച്ചു. എത്ര പറഞ്ഞിട്ടും റിയോന് മതിയാകുന്നില്ല.